Okay, let's continue to discuss some of the important questions. Distinguish between modernism and postmodernism. Distinguish between modernism and postmodernism. അല്ലെങ്കിൽ explain the major differences between modernist and postmodernist literature. അല്ലെങ്കിൽ how does postmodernism differ from modernism in terms of style and outlook. അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് മോഡേണിസവും പോസ്റ്റ് മോഡേണിസവും തമ്മിലുള്ള വ്യത്യാസം അത് തന്നെയാണ് ഇതിൻ്റെ ഉദ്ദേശ്യം. ഇൻട്രൊഡക്ഷൻ. Modernism and postmodernism are two important literary movements of the 20th century. ഇപ്പം മോഡേണിസവും പോസ്റ്റ് മോഡേണിസവും ആർ ടു ഇമ്പോർട്ടൻറ്റ് ലിറ്റററി മൂവ്മെൻറ്റ്സ് ഓഫ് ദ 20th സെഞ്ചുറി. 20ാം നൂറ്റാണ്ടിലെ പ്രധാനപ്പെട്ട രണ്ട് ലിറ്റററി മൂവ്മെൻറ്റ്സ് ആണ് മോഡേണിസം ആൻഡ് പോസ്റ്റ് മോഡേണിസം. 20ാം നൂറ്റാണ്ടെന്ന് പറയുമ്പോൾ 1901 മുതൽക്ക് 2000 വരെയുള്ള കാലഘട്ടം. അപ്പോൾ ഈ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ടതായ രണ്ട് ലിറ്റററി മൂവ്മെൻറ്റ്സ് ആണ് മോഡേണിസവും അതോടൊപ്പം തന്നെ പോസ്റ്റ് മോഡേണിസം. മോഡേണിസം ഡെവലപ്ഡ് ഇൻ ദ ഏർലി 20th സെഞ്ചുറി. 20ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിലാണ് മോഡേണിസത്തിൻ്റെ ഉദയം ഉണ്ടായത്. പോസ്റ്റ് മോഡേണിസം എമേർജ്ഡ് ലേറ്റർ ആസ് എ റിയാക്ഷൻ ടു ഇറ്റ്. അപ്പോൾ ഇതിൻ്റെ ഒരു റിയാക്ഷൻ ആയിട്ടാണ് സത്യത്തിൽ പോസ്റ്റ് മോഡേണിസം കടന്നു വരുന്നത്. മോഡേണിസത്തിൻ്റെ റിയാക്ഷൻ ആയിട്ടാണ് പോസ്റ്റ് മോഡേണിസത്തിൻ്റെ റിയാക്ഷൻ ആയിട്ടാണ് മോഡേണിസം കടന്നു വരുന്നത്. ബോത്ത് മൂവ്മെൻറ്റ്സ് എക്സ്പെരിമെൻറ്റ് വിത്ത് ഫോം ആൻഡ് സ്റ്റൈൽ. അപ്പോൾ രണ്ട് മൂവ്മെൻറ്റിനും ഫോം ആൻഡ് സ്റ്റൈൽ അവരെന്ത് ചെയ്തു? പരീക്ഷണങ്ങൾ നടത്തി. ദ ഡിഫർ ഇൻ ദെയർ ആറ്റിറ്റ്യൂഡ്, പർപ്പസ് ആൻഡ് ഔട്ട്ലുക്ക്. സോ മോഡേണിസം ആൻഡ് പോസ്റ്റ് മോഡേണിസം ദേ ഡിഫേർഡ് ഇൻ ദെയർ ആറ്റിറ്റ്യൂഡ്, പർപ്പസ് ആൻഡ് ഔട്ട്ലുക്ക്. അവിടെ ആറ്റിറ്റ്യൂഡിലും മനോഭാവത്തിലും പർപ്പസ് ഉദ്ദേശ്യത്തിലും ഔട്ട്ലുക്ക് അവരുടെ ഔട്ട്ലുക്കിലും ഒക്കെ എന്തുണ്ടായിരുന്നു? വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. Postmodernism and modernism are two important literary movements of the 20th century. Modernism developed in the early 20th century. Postmodernism emerged later as a reaction to it. Both movements experiment with the form and style. They differed in their attitude, purpose and outlook. Differences between modernism and postmodernism. Modernism late 19th century to around 1930s. Late 19th century. 19th century നമ്മൾ 1801 മുതൽ 1900 വരെയുള്ളതായ ആ കാലഘട്ടം. അപ്പം ലേറ്റ് 19th സെഞ്ചുറി അല്ലെങ്കിൽ നമുക്ക് ബിഗിനിങ് ഓഫ് 20th സെഞ്ചുറി എന്ന് പറയാം. ലേറ്റ് 19th സെഞ്ചുറി ടു അറൗണ്ട് 1930s. ലേറ്റ് 19th സെഞ്ചുറി ടു അറൗണ്ട് 1930s. പോസ്റ്റ് മോഡേണിസം 1960s ഓൺവേർഡ്സ് ആണ് പോസ്റ്റ് മോഡേണിസത്തിൻ്റെ ആ കാലഘട്ടം എന്ന് പറയുന്നത്. വി ഓഫ് റിയാലിറ്റി, അവർ യാഥാർത്ഥ്യങ്ങളെ എങ്ങനെ കണ്ടു? മോഡേണിസം സെർച്ചസ് ഫോർ മീനിങ് ആൻഡ് ഓർഡർ ഇൻ എ ബ്രോക്കൺ വേൾഡ്. മോഡേണിസം ആ ടൈമിൽ പ്രത്യേകിച്ച് വേൾഡ് വാർ 1 ഒക്കെ കടന്നു വന്നപ്പോൾ അത് ഒരുപാട് നാശനഷ്ടങ്ങളും ഭൂമിയിൽ ഉണ്ടാക്കുക മാത്രമല്ല പലരുടെയും ചിന്താഗതികൾക്ക് തന്നെ ഒത്തിരി മാറ്റങ്ങൾ കൊണ്ടുവന്നു. സോ മോഡേണിസം സെർച്ചസ് ഫോർ മീനിങ് ആൻഡ് ഓർഡർ. മോഡേണിസം എന്താണ് തിരഞ്ഞത്? മീനിങ്, അർത്ഥവും ഒരു ക്രമവും ഇൻ എ ബ്രോക്കൺ വേൾഡ്. ഒരു തകർന്ന ഭൂമിയിൽ എന്താണ് ജീവിതത്തിൻ്റെ അർത്ഥവും ക്രമവും ഒക്കെയായിരുന്നു മോഡേണിസത്തിൽ അവർ തിരഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ പോസ്റ്റ് മോഡേണിസം എത്തിയപ്പോൾ എന്താ സംഭവിച്ചത്? അക്സെപ്റ്റ്സ് ദാറ്റ് ദർ ഈസ് നോ ഫിക്സഡ് മീനിങ്. ഒരർത്ഥവും ഇല്ലെന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ എത്തപ്പെട്ടു. പോസ്റ്റ് മോഡേണിസം എത്തപ്പെട്ടപ്പോൾ എന്താണ്? അക്സെപ്റ്റ്സ് ദാറ്റ് ദർ ഈസ് നോ ഫിക്സ്ഡ് മീനിങ്. ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു അർത്ഥവും ഇല്ല എന്നുള്ളതാണ് പോസ്റ്റ് മോഡേണിസത്തിൽ ആളുകൾ ചിന്തിക്കുവാനായിട്ട് ആരംഭിച്ചത്. അവരുടെ ആറ്റിറ്റ്യൂഡ്, മനോഭാവം എങ്ങനെയായിരുന്നു? മോഡേണിസത്തിനെ സംബന്ധിച്ച് സീരിയസ്, വളരെ സീരിയസ് ആയിട്ടും പെസിമിസ്റ്റിക് എന്നാണ് ശുഭാപ്തി വിശ്വാസം ഇല്ലാത്തതായ അവസ്ഥ. പെസിമിസ്റ്റിക്, എക്സ്പെക്ടിങ് ദാറ്റ് ബാഡ് തിങ്സ് ടു ഹാപ്പൻ എന്താണ് ഇത് ഓപ്റ്റിമിസ്റ്റിക് ആണ് ശുഭാപ്തി വിശ്വാസം. പെസിമിസ്റ്റിക്കും ശുഭാപ്തി വിശ്വാസം ഇല്ലാത്തതായ അവസ്ഥ. അപ്പോൾ പെസിമിസ്റ്റിക് എക്സ്പെക്ടിങ് ബാഡ് തിങ്സ് ടു ഹാപ്പൻ ഓർ സീയിങ് ദ നെഗറ്റീവ് സൈഡ് ഓഫ് എ സിറ്റുവേഷൻ. അപ്പോൾ അവർ ശുഭാപ്തി വിശ്വാസമില്ല. ഓഫൺ ഫിൽഡ് വിത്ത് ലോസ്, എപ്പോഴും നഷ്ടങ്ങളായിരുന്നു അവർക്ക്. ആൻഡ് നൊസ്റ്റാൾജിയ. അപ്പോൾ നൊസ്റ്റാൾജിയ എന്ന് വെച്ചാൽ പഴയതിനെ കുറിച്ചുള്ളത് അല്ലെങ്കിൽ പഴയ കാര്യങ്ങൾ ഓർക്കുമ്പോൾ ഉണ്ടാകുന്നതായ ആ ഒരു ദുഃഖം. നൊസ്റ്റാൾജിയ മീൻസ് എ സെന്റിമെന്റ് ലോങ്ങിങ് ഫോർ ദ പാസ്റ്റ്, ഓഫൺ വിത്ത് എ മിക്സ് ഓഫ് ഹാപ്പിനെസ് ആൻഡ് സാഡ്നെസ്. പഴയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഓർത്ത് അല്ലെങ്കിൽ പഴയ നല്ല കാലങ്ങളെക്കുറിച്ചൊക്കെ ഓർത്ത്
ഉണ്ടാകുന്നതായ സന്തോഷവും ദുഃഖകരമായ അവസ്ഥ. അപ്പോൾ മോഡേണിസത്തിൽ സീരിയസ് ആയിരുന്നു, പെസിമിസ്റ്റിക്, ശുഭാപ്തി വിശ്വാസമൊന്നുമില്ല, ഫിൽഡ് വിത്ത് ലോസ്, ഒത്തിരി നഷ്ടങ്ങളായിരുന്നു, നൊസ്റ്റാൾജിയ, പണ്ടത്തെ നല്ല കാലത്തേക്ക് ഓർത്ത് ദുഃഖിച്ചതായ കാലഘട്ടങ്ങൾ. ബട്ട് പോസ്റ്റ് മോഡേണിസം ആണെങ്കിൽ പ്ലേഫുള്ള് എന്ന് വെച്ചാൽ ഒരു സീരിയസ്നെസ്സും ഇല്ല, വെറുതെ ഒരു കാര്യവുമില്ല, പ്ലേഫുള്ള്. ഐറോണിക് എന്ന് വെച്ചാൽ എന്താണ്? വൈരുദ്ധ്യാത്മകം. സെലിബ്രേറ്റ്സ് കൺഫ്യൂഷൻ ആൻഡ് ഡിസോർഡർ, ഈ ഡിസോർഡറിനെയും കൺഫ്യൂഷനെയൊക്കെ ആഘോഷിക്കുന്നതായ ഒരു തലം. അപ്പോൾ അതിൻ്റെ മാക്സിമം, ആ തകർച്ചയുടെ അങ്ങ് മാക്സിമം ആണ് സത്യത്തിൽ ഈ പോസ്റ്റ് മോഡേണിസത്തിൽ കാണാൻ പറ്റുന്നത്. പ്ലേഫുള്ള്, ഒന്നും ഒരു സീരിയസ് അല്ല. ഐറോണിക്, എല്ലാം വൈരുദ്ധ്യാത്മകം. സെലിബ്രേറ്റ്സ് കൺഫ്യൂഷൻ ഇപ്പോൾ അവർ സെലിബ്രേറ്റ് ചെയ്യുകയാണ്. ആൻഡ് ഡിസോർഡർ, എല്ലാം തകർന്ന ഒരു അനുഭവമായിരുന്നു പോസ്റ്റ് മോഡേണിസത്തിൽ. യൂസ് ഓഫ് ഫ്രാഗ്മെന്റേഷൻ, മോഡേണിസത്തിൽ വരുമ്പോഴും യൂസസ് ഫ്രാഗ്മെന്റേഷൻ ടു ഷോ ലോസ് ആൻഡ് ക്രൈസിസ്. ഫ്രാഗ്മെന്റേഷൻ വഴി അവർ നഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ, ഫ്രാഗ്മെന്റ് അറിയാമല്ലോ, ആ ഫ്രാഗ്മെന്റേഷൻ വഴി അവർ ആ നഷ്ടങ്ങളും പ്രതിസന്ധികളെയുമൊക്കെയാണ് കാട്ടിയിരുന്നത്. പോസ്റ്റ് മോഡേണിസം എത്തിയപ്പോഴാണെങ്കിലോ യു എൻജോയ്സ് ഫ്രാഗ്മെന്റേഷൻ എന്ന് വെച്ചാൽ ബ്രേക്കിംഗ് ഇൻ ടു സ്മോൾ പീസസ് ഫോർ പാർട്സ്. അപ്പോൾ അങ്ങനെ തകർന്ന ആ ഒരു ഇതിനെ എന്ത് ചെയ്യുന്ന, ഫ്രീഡം ഫ്രം റൂൾസ്, അപ്പം നിയമങ്ങളൊന്നും ഇല്ലാത്തതൊരായ ഒരു അനുഭവത്തെ അവിടെ ഫ്രാഗ്മെന്റേഷൻ വഴി അവരതിനെ ആഘോഷിക്കുകയാണ് ചെയ്തത്. അപ്പോൾ മോഡേണിസത്തിൽ ഫ്രാഗ്മെന്റേഷൻ വഴി ലോസ് ആൻഡ് ക്രൈസിസിനെ കാണിച്ചപ്പോൾ, പോസ്റ്റ് മോഡേണിസത്തിൽ ഫ്രാഗ്മെന്റേഷൻ വഴി എൻജോയ്സ് ഫ്രീഡം ഫ്രം റൂൾസ്, നിയമങ്ങളെ ഒന്നും ഇല്ലാത്തതായ ഒരവസ്ഥ. സ്റ്റൈൽ ആൻഡ് ഫോം, മോഡേണിസം സിമ്പിൾ, കൺട്രോൾഡ്, അവോയ്ഡ്സ് ഓർണമെന്റ്. സോ മോഡേണിസത്തിൽ എങ്ങനെയാണ്? സിമ്പിൾ ആയിരുന്നു, കൺട്രോൾഡ് ആയിരുന്നു, അവോയ്ഡ്സ് ഓർണമെന്റ്, ഫോക്കസ്ഡ് ഓൺ മിനിമലിസം ആൻഡ് ഡിസിപ്ലിൻ, അച്ചടക്കവും മിനിമലിസം, വളരെ കുറച്ചുകൊണ്ട് മാക്സിമം ഉപയോഗം ലഭിക്കത്തക്ക രീതിയിൽ. ബട്ട് പോസ്റ്റ് മോഡേണിസത്തിലാണെങ്കിൽ മിക്സഡ് സ്റ്റൈൽ, പ്രത്യേകിച്ച് ഒരു സ്റ്റൈലൊന്നുമില്ല, എക്സ്പെരിമെൻ്റ്, എല്ലാം പരീക്ഷണമാണ്, ആകെ തകർന്ന ഒരു അനുഭവമാണ്. അപ്പോൾ എല്ലാം പരീക്ഷണം. ഓഫൺ കമ്പൈൻസ് മെനി ഫോംസ്, പല ഫോംസിനെയൊക്കെ ഒരുമിച്ച് കൂട്ടിയുള്ളതായ പരീക്ഷണങ്ങളൊക്കെയാണ് ഇതിൽ നടന്നിരുന്നത്, പോസ്റ്റ് മോഡേണിസത്തിൽ നടന്നിരുന്നത്. ഐഡിയ ഓഫ് ട്രൂത്ത്, എന്താണ് സത്യത്തിൻ്റെതായ ആ ഐഡിയ, ആ ചിന്തകളെ കുറിച്ച് പഠിക്കുമ്പോൾ മോഡേണിസം ബിലീവ്സ് ഇൻ ഡിസ്കവറിങ് ഡീപ്പർ ട്രൂത്ത്. മോഡേണിസം എന്താ പറഞ്ഞത്? ബിലീവ്സ് ഇൻ ഡിസ്കവറിങ് ഡീപ്പർ ട്രൂത്ത്, ആഴത്തിലുള്ള സത്യങ്ങളെ കണ്ടെത്തുന്നതിലായിരുന്നു മോഡേണിസം ശ്രമിച്ചിരുന്നത്. പക്ഷേ പോസ്റ്റ് മോഡേണിസം ആണെങ്കിലോ ക്വസ്റ്റ്യൻസ് ദ ട്രൂത്ത് ഇറ്റ്സെൽഫ്, സത്യത്തെ തന്നെ അങ്ങ് സത്യം ഉണ്ടോ അല്ലെങ്കിൽ ദൈവം ഉണ്ടോ എന്നൊക്കെയുള്ള ചിന്തകളാണ് പോസ്റ്റ് മോഡേണിസത്തിൽ അവർ ചോദിക്കുന്നത്. ബിലീവ്സ് ട്രൂത്ത് ഈസ് റിലേറ്റീവ്, അവർ പറയുന്നത് സത്യമൊക്കെ എന്തോന്നാണ്? അതല്ല, റിലേറ്റീവ് ആണ്. പോസ്റ്റ് മോഡേണിസത്തിൽ വരുന്നതായ ഒരു പ്രധാന കാര്യമാണ് എന്താണ്? ദർ ഈസ് നോ അബ്സല്യൂട്ട് ട്രൂത്ത്, ഒരു പൊതുവായിട്ടുള്ളതായ ഒരു സത്യം ഇല്ല. സംതിങ് മേ ബി ട്രൂ ടു യു ബട്ട് ഇറ്റ് മേ നോട്ട് ബി ട്രൂ ടു മീ. ഇപ്പോൾ ഒരു കാര്യം നിനക്ക് ശരിയായിരിക്കാം, അതെനിക്ക് തെറ്റായിരിക്കാം. ഒരു കാര്യം എനിക്ക് ശരിയായിരിക്കാം, നിനക്ക് തെറ്റായിരിക്കും. ഇപ്പോൾ ഒരാൾ സിഗരറ്റ് വലിക്കുന്നത് അയാൾക്ക് ശരിയായിരിക്കാം, എന്നാൽ അത് മറ്റൊരാൾക്ക് തെറ്റായിരിക്കും. അപ്പോൾ നോ നീഡ് ടു ക്വസ്റ്റ്യൻ ദാറ്റ്, അതിനൊന്നും ക്വസ്റ്റ്യൻ ചെയ്യേണ്ടതായിട്ടില്ല എന്നൊക്കെയുള്ളതായ ചിന്താഗതികളാണ് പോസ്റ്റ് മോഡേണിസത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷെ അത് ശരിയാണോ? ട്രൂത്ത് ഈസ് അബ്സല്യൂട്ട്, റൈറ്റ്? നമുക്ക് പൊതുവായൊരു സത്യം ഉണ്ടെന്ന് ഇല്ലെന്ന് പറയാനായിട്ട് പറ്റത്തില്ല. ദെയർ ഈസ് അബ്സല്യൂട്ട് ട്രൂത്ത്. ബട്ട് പോസ്റ്റ് മോഡേണിസത്തിൽ ക്വസ്റ്റ്യൻസ് ട്രൂത്ത്, ബിലീവ്സ് ട്രൂത്ത് ഈസ് റിലേറ്റീവ്. റോൾ ഓഫ് ദ ഓതർ ഇൻ മോഡേണിസം, ഓതർ ഹാസ് കൺട്രോൾ ആൻഡ് മീനിങ് ഈസ് ഗൈഡഡ്. മോഡേണിസത്തിൽ ഓതർ ഹാസ് കൺട്രോൾ, എഴുത്തുകാരന് നിയന്ത്രണമുണ്ട്, ആൻഡ് മീനിങ് ഈസ് ഗൈഡഡ്, എന്താണ്? അർത്ഥങ്ങൾ അത് ഗൈഡ് ചെയ്യപ്പെടുന്നതാണ്. ബട്ട് പോസ്റ്റ് മോഡേണിസത്തിൽ നോ ഫിക്സഡ് അതോറിറ്റി ഒന്നുമില്ല. മീനിങ് ഡിപ്പെൻഡ്സ് ഓൺ ദ റീഡർ, ഞാനൊരു കാര്യം എഴുതാം, പക്ഷേ ഞാൻ എഴുതുന്നത് തന്നെ നിങ്ങൾ മനസ്സിലാക്കണമെന്നില്ല. നിങ്ങൾക്ക് അല്ലെങ്കിൽ വായനക്കാരൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് എഴുത്തിനെ വ്യാഖ്യാനിക്കാം. പോസ്റ്റ് മോഡേണിസം നോ ഫിക്സ്ഡ് അതോറിറ്റി, മീനിങ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ റീഡർ. സോ അത് അഗെയിൻ എന്താണ്? അത് റിലേറ്റീവ് ആണ്. ആളുകൾക്ക് പല ആളുകൾ പല രീതിയിൽ അതിൻ്റെ അർത്ഥം കണ്ടെത്തിയെന്ന് വരാം. സോ മോഡേണിസ്റ്റ് റൈറ്റർ എക്സ്പ്രസ് ഡെസ്പയർ ആൻഡ് ലോസ്. മോഡേണിസ്റ്റ് റൈറ്റേഴ്സ് എന്താണ്? ഡെസ്പയറും ലോസും ഒക്കെ അവരെന്ത് ചെയ്തു? അവരുടെ നഷ്ടങ്ങളും അവരുടെ ദുരിതങ്ങളും ഒക്കെ അവർ പ്രകടിപ്പിച്ചു. പക്ഷേ പോസ്റ്റ് മോഡേണിസം അതിൻ്റെ അടുത്ത തലമാണ്. പോസ്റ്റ് മോഡേണിസം റൈറ്റേഴ്സ് എക്സ്പ്ലോർ അബ്സേർഡിറ്റി ആൻഡ് മീനിങ്ലെസ്, അർത്ഥമില്ലായ്മയായിരുന്നു എന്ത് ചെയ്തിരുന്നത്? പോസ്റ്റ് മോഡേണിസം കൂടുതലായിട്ട്
പ്രൊമോട്ട് ചെയ്തിരുന്നത്, അല്ലെങ്കിൽ ഒന്നിന് അർത്ഥമില്ല. അതുപോലെ അബ്സേർഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അസംബന്ധം. എൻ്റെ ഒരു ഇംഗ്ലീഷ് നോക്കട്ടെ. അബ്സേർഡിറ്റി, നോ ലോജിക്കൽ, ഒന്നിന് ഒരു ലോജിക്കൽ ഇല്ല. അപ്പോൾ എക്സ്പ്ലോർ, അത് അബ്സേർഡിറ്റിയെയും മീനിങ്ലെസ്സിനെയൊക്കെ എക്സ്പ്ലോർ ചെയ്യുകയായിരുന്നു. സാമുവൽ ബക്കറ്റ് ഒക്കെ അത് പോസ്റ്റ് മോഡേണിസത്തിന്റെ ആൾക്കാരാ. സാമുവൽ ബക്കറ്റ് യൂസ്ഡ് വെരി സിമ്പിൾ സെറ്റിംഗ്സ് ആൻഡ് മിനിമൽ ഡയലോഗ് ടു ഷോ ദ അബ്സേർഡ് നേച്ചർ ഓഫ് ലൈഫ്, എസ്പെഷ്യലി ഇൻ വർക്ക്സ് ലൈക്ക് വെയിറ്റിംഗ് ഫോർ ഗോഡോട്ട്. വെയിറ്റിംഗ് ഫോർ ഗോഡോട്ട് പോസ്റ്റ് മോഡേണിസത്തിൽ പ്രധാനപ്പെട്ട ഒരു വർക്കാണ്. അതിനകത്ത് എൻ്റെ കഥ നല്ല രസമുള്ളൊരു കഥയാണ്. കൊയിറ്റ് റിലീജിയസ് തിങ്സിന് എതിരായിട്ടുള്ളതായ ഒരു കഥയാണ്. സാമുവൽ ബക്കറ്റ് യൂസ്ഡ് വെരി സിമ്പിൾ സെറ്റിംഗ്സ് ആൻഡ് മിനിമൽ ഡയലോഗ് ടു ഷോ ദ അബ്സേർഡിറ്റി, ടു ഷോ ദ ഇല്ലോജിക്കൽ അല്ലെങ്കിൽ നോ മീനിങ്ലെസ് ഓഫ് ലൈഫ്, എസ്പെഷ്യലി ഇൻ വെയിറ്റിംഗ് ഫോർ ഗോഡോത്ത്. Conclusion. Modernism reflects a search for meaning in a fragmented world. അപ്പോൾ തകർന്ന ഒരു ലോകത്തിൽ അർത്ഥം തിരയലായിരുന്നു മോഡേണിസം ചെയ്തിരുന്നത്. വൈൽ അതേസമയം പോസ്റ്റ് മോഡേണിസം ആക്സെപ്റ്റ്സ് ഫ്രാഗ്മെന്റേഷൻ ആൻഡ് ക്വസ്റ്റ്യൻസ് ഓൾ ഫിക്സ്ഡ് ഐഡിയാസ്. പോസ്റ്റ് മോഡേണിസം എല്ലാത്തിനെയും തകർച്ചയെ സ്വീകരിച്ചുകൊണ്ട് ഓൾ ഫിക്സ്ഡ് ഐഡിയാസ്, എല്ലാ ഐഡിയാസിനെയും വിരുദ്ധമായി ചോദ്യം ചെയ്യുന്നതായിരുന്നു എന്തില്? പോസ്റ്റ് മോഡേണിസം. ഇൻ സിമ്പിൾ ടേംസ്, ചുരുക്കി പറഞ്ഞാൽ മോഡേണിസം ഈസ് അബൌട്ട് സീക്കിംഗ് ഓർഡർ. മോഡേണിസം ഓർഡറിനെ സീക്ക് ചെയ്യുന്നതായിരുന്നു. പോസ്റ്റ് മോഡേണിസം ഈസ് അബൌട്ട് അക്സെപ്റ്റിംഗ് ഡിസോർഡേഴ്സിനെയൊക്കെ അത് അക്സെപ്റ്റ് ചെയ്യുന്നതായിരുന്നു. കൺക്ലൂഷൻ കുറച്ചുകൂടെ വിശാലമായിട്ട് നിങ്ങൾക്ക് എഴുതാം. ഈ ഒരു ഇത് വെച്ച് തന്നെ നിങ്ങൾക്ക് നല്ലൊരു എസ്സേയോ ഷോർട്ട് ക്വസ്റ്റ്യനോ ഒക്കെ എഴുതാനായിട്ട് കഴിയും. ഓക്കെ.